നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിൽ ആവറേജ് അഥവാ ശരാശരി എന്ന പാഠഭാഗമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മത്സര പരീക്ഷകളിലും 1 മാർക്കോ അതിലധികമോ ഉറപ്പാക്കാവുന്ന ഒരു പാഠഭാഗമാണ് ആവറേജ് അഥവാ ശരാശരി. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ശരാശരി എന്ന പാഠഭാഗം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 സമവാക്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം കാണാൻ തുകയെ ശരാശരി കൊണ്ട് ഹരിക്കുക. തുക കാണാൻ എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിക്കുക. ഈ 3 സമവാക്യങ്ങളും നന്നായി ശ്രദ്ധിക്കുക, നന്നായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. മുൻപോട്ടുള്ള കണക്കുകളിൽ വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള സമവാക്യങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ശരാശരി കാണാനുള്ള സമവാക്യം നമുക്കറിയാം. ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ ചോദ്യത്തിൽ നമുക്ക് എണ്ണം തന്നിട്ടുണ്ട് 100, എന്നാൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അറിഞ്ഞിരിക്കേണ്ട സമവാക്യം ഇതാണ്: n × n+1/2. അതായത് ഇവിടെ n എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ 100 × 100 + 1/2, അവിടുന്ന് 100 × 101/2 എന്ന് കിട്ടും. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കിട്ടും. അതായത് തുക സമം 5050 എന്ന് കിട്ടും. ഇവിടെ നമുക്കിപ്പോൾ തുകയായിട്ടുണ്ട്, എണ്ണവുമായിട്ടുണ്ട്. അപ്പോൾ ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ഇവിടെ തുക 5050 ആണ്, എണ്ണം 100 ആണ്. അപ്പോൾ 5050നെ 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 50.5 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 50.5. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ശരാശരി കാണാനുള്ള സമവാക്യം നമുക്കറിയാം. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ നമുക്ക് എണ്ണം തന്നിട്ടുണ്ട് 50, എന്നാൽ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഒരു സമവാക്യമുണ്ട്. അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n × n+1/2. ഇവിടെ n എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ 50 × 50 + 1/2. അവിടുന്ന് നമുക്ക് 50 × 51/2 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് തുക 1275 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക 1275. ഇപ്പോൾ നമുക്ക് തുകയുമായിട്ടുണ്ട്, എണ്ണവുമായിട്ടുണ്ട്. ശരാശരി കാണാൻ ഈ കിട്ടിയ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. അതായത് 1275നെ 50 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം 25.5 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 25.5. നമ്മളിപ്പോൾ ചെയ്ത 2 ചോദ്യങ്ങളും ഒന്ന് എഴുതി നോക്കുന്നു. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 50.5, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 25.5. ഈ 2 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് അവിടുന്ന് ഒരു കൺക്ലൂഷനിലെത്താൻ സാധിക്കുന്നതാണ്. എന്താണെന്ന് ഞാൻ പറയാം. അതായത് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 50.5, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 25.5. അതായത് 100 ആയപ്പോൾ ഉത്തരം 50.5 ആയി, 50 ആയപ്പോൾ ഉത്തരം 25.5 ആയി. അതായത് 100ന്റെ പകുതിയായിട്ടുള്ള 50ന്റെ കൂടെ 0.5 കൂട്ടിയപ്പോൾ 50.5 കിട്ടി. 50ന്റെ പകുതിയായിട്ടുള്ള 25ന്റെ കൂടെ 0.5 കൂട്ടിയപ്പോൾ 25.5 എന്ന് കിട്ടി. ഇവിടുന്ന് നമുക്കൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതായത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ ചോദിച്ചാൽ തന്നിരിക്കുന്ന എണ്ണത്തിന്റെ പകുതി എടുത്തതിന് ശേഷം അതിന്റെ കൂടെ 0.5 കൂട്ടുക. നമുക്ക് ഈ പറഞ്ഞത് 2-3 ഉദാഹരണങ്ങളിൽ കൂടി നോക്കാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? 25ന്റെ പകുതി 12.5 ആണ്. 12.5ന്റെ കൂടെ 0.5 കൂട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം 13 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 13. അടുത്ത ചോദ്യം നോക്കുക. ആദ്യത്തെ 500 എണ്ണൽ സംഖ്യയുള്ള ശരാശരി കാണുക. 500ന്റെ പകുതി 250 ആണ്. 250ന്റെ കൂടെ 0.5 കൂട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം 250.5 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കുക. ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യയുള്ള ശരാശരി എത്ര? 1000ന്റെ പകുതി 500 ആണ്. 500ന്റെ കൂടെ 0.5 കൂട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം 500.5 എന്ന് കിട്ടും. അടുത്തൊരു ചോദ്യം കൂടി നോക്കുക. ആദ്യത്തെ 5000 എണ്ണൽ സംഖ്യയുള്ള ശരാശരി എത്ര? 5000ത്തിന്റെ പകുതി 2500 ആണ്. 2500ന്റെ കൂടെ 0.5 കൂട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം 2500.5 എന്ന് കിട്ടും.
ആദ്യം നമ്മൾ ചെയ്ത രീതി അനുസരിച്ച് എണ്ണൽ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ രീതി അനുസരിച്ച് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഈ ഒരു എളുപ്പ രീതി നിങ്ങളെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ 2 ചോദ്യം അങ്ങനെ ചെയ്തത്. ആദ്യം നമ്മൾ ചെയ്ത രീതി അനുസരിച്ച് നിങ്ങൾക്കൊരു സമവാക്യം പുതുതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യയുള്ള ശരാശരി കാണാൻ n-നെ n+1 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 2 കൊണ്ട് ഭാഗിക്കുക. ആ ഒരു സമവാക്യം ഓർത്തു വെക്കുക. അത് മറ്റു പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യങ്ങൾ കൂടി ചെയ്തു നോക്കാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ 100 ഇരട്ടസംഖ്യയുള്ള ശരാശരി എത്ര? നമുക്കറിയാം ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ നമുക്ക് എണ്ണം തന്നിട്ടുണ്ട് 100, എന്നാൽ തുക തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സമവാക്യമുണ്ട്. അതായത് ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ n×n+1 എന്ന സമവാക്യം ഉപയോഗിക്കുക. അതായത് ഇവിടെ n-ന്റെ സ്ഥാനത്ത് 100 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ 100 × 100 + 1. അപ്പോൾ നമുക്ക് 100 × 101 എന്ന് കിട്ടും. അതായത് അവിടുന്ന് നമുക്ക് ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ തുക കിട്ടും. അതായത് തുക സമം 10100. ഇവിടെ നമുക്കിപ്പോൾ തുകയുമുണ്ട് എണ്ണവുമുണ്ട്. ശരാശരി കാണാൻ ഈ കിട്ടിയ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. അതായത് 10100-നെ 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ ശരാശരി 101. നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്തു നോക്കാം. ആദ്യത്തെ 50 ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്ര? ശരാശരി കാണാൻ നമുക്കറിയാം തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇവിടെ നമുക്ക് എണ്ണം തന്നിട്ടുണ്ട് 50, എന്നാൽ തുക എത്രയാണെന്ന് തന്നിട്ടില്ല. നമ്മൾ പഠിച്ചതാണ് ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ n×n+1 എന്ന സമവാക്യം ചെയ്താൽ മതി. അതായത് n-ന്റെ സ്ഥാനത്തേക്ക് 50 എന്ന വില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ 50 ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ 50 × 50 + 1, അതായത് 50 × 51 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് ആദ്യത്തെ 50 ഇരട്ടസംഖ്യകളുടെ തുക കിട്ടും. തുക സമം 2550. ഇവിടെ നമുക്ക് തുകയുമുണ്ട് എണ്ണവുമുണ്ട്. ശരാശരി കാണാൻ തുകയായിട്ടുള്ള 2550-നെ എണ്ണമായിട്ടുള്ള 50 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ആദ്യത്തെ 50 ഇരട്ടസംഖ്യകളുടെ ശരാശരി 51. നമുക്ക് ഈ കിട്ടിയ 2 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എടുത്തെഴുതാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ ശരാശരി 101. ആദ്യത്തെ 50 ഇരട്ടസംഖ്യകളുടെ ശരാശരി 51. ഈ 2 ചോദ്യങ്ങളും അവയ്ക്ക് കിട്ടിയ ഉത്തരങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കൺക്ലൂഷൻ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ എത്തിച്ചേർന്ന കൺക്ലൂഷൻ ഇതാണ്. ഇരട്ടസംഖ്യകളുടെ ശരാശരി കാണാൻ തന്നിരിക്കുന്ന എണ്ണത്തിലെ സംഖ്യയുടെ കൂടെ 1 കൂട്ടുക. അതായത് നമുക്ക് കുറെ ഉദാഹരണങ്ങൾ കൂടി ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ 25 ഇരട്ടസംഖ്യയുള്ള ശരാശരി എത്ര? ഇവിടെ തന്നിരിക്കുന്ന എണ്ണത്തിലെ സംഖ്യ 25 ആണ്. അപ്പോൾ 25-ന്റെ കൂടെ 1 കൂട്ടുക. അവിടുന്ന് നമുക്ക് ഉത്തരം 26 എന്ന് കിട്ടും. അടുത്തൊരു ചോദ്യം നോക്കുക. ആദ്യത്തെ 500 ഇരട്ടസംഖ്യയുള്ള ശരാശരി എത്ര? ഇവിടെ തന്നിരിക്കുന്ന എണ്ണത്തിലെ സംഖ്യ 500 ആണ്. 500-ന്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം 501 എന്ന് കിട്ടും. അടുത്തൊരു ചോദ്യം നോക്കുക. ആദ്യത്തെ 1000 ഇരട്ടസംഖ്യയുള്ള ശരാശരി എത്ര? ഇവിടെ തന്നിരിക്കുന്ന എണ്ണത്തിലെ സംഖ്യ 1000 ആണ്. 1000-ന്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം 1001 എന്ന് കിട്ടും. അടുത്തൊരു ചോദ്യം നോക്കുക. ആദ്യത്തെ 5000 ഇരട്ടസംഖ്യയുള്ള ശരാശരി എത്ര? ഇവിടെ തന്നിരിക്കുന്ന എണ്ണത്തിലെ സംഖ്യ 5000 ആണ്. 5000-ന്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം 5001 എന്ന് കിട്ടും. ഇവിടെ ഇപ്പോൾ പഠിപ്പിച്ച ഈ പാഠഭാഗം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ടൈപ്പ് ചോദ്യം ചെയ്യാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ 100 ഒറ്റസംഖ്യയുള്ള ശരാശരി എത്ര? ശരാശരി കാണാൻ നമുക്കറിയാം തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇവിടെ നമുക്ക് എണ്ണം തന്നിട്ടുണ്ട് 100, എന്നാൽ തുക എത്രയാണെന്ന് തന്നിട്ടില്ല. അതായത് ഇവിടെ നമുക്ക് ആദ്യത്തെ 100 ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള സമവാക്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം n² എന്നാണ്. ഇവിടെ n-ന്റെ സ്ഥാനത്ത് 100 എന്ന് ഇട്ട് കൊടുക്കുക. അതായത് ആദ്യത്തെ 100 ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 100-ന്റെ സ്ക്വയർ ആണ്. അവിടുന്ന് 100-ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 10000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ തുക, അതായത് ആദ്യത്തെ 100 ഒറ്റസംഖ്യകളുടെ തുക എന്നുള്ളത് 10000 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് തുകയുമായിട്ടുണ്ട് എണ്ണവുമായിട്ടുണ്ട്. അപ്പോൾ ശരാശരി കാണാൻ നമുക്ക് കിട്ടിയ തുകയായിട്ടുള്ള 10000-ത്തെ നമ്മുടെ എണ്ണമായിട്ടുള്ള 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. അതായത് ആദ്യത്തെ 100 ഒറ്റസംഖ്യകളുടെ ശരാശരി 100. നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്. ആദ്യത്തെ 50 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര? അതായത് ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണമെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് എണ്ണം തന്നിട്ടുണ്ട് 50, എന്നാൽ ആദ്യത്തെ 50 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണെന്ന് തന്നിട്ടില്ല.
അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സമവാക്യം ഇതാണ്. അതായത് ആദ്യത്തെ n ഒറ്റസംഖ്യയുടെ തുക കാണാൻ n² കാണുക. ഇവിടെ നമുക്ക് n-ന്റെ സ്ഥാനത്ത് 50 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 50 ഒറ്റസംഖ്യയുടെ തുക എന്നുള്ളത് 50-ന്റെ സ്ക്വയർ ആണ്. 50-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 2500 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ തുക കിട്ടി. ആദ്യത്തെ 50 ഒറ്റസംഖ്യകളുടെ തുക 2500. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ 50 ഒറ്റസംഖ്യകളുടെ ശരാശരി കാണാൻ നമുക്ക് കിട്ടിയ തുകയായിട്ടുള്ള 2500-നെ എണ്ണമായിട്ടുള്ള 50 കൊണ്ട് ഹരിക്കുക. അവിടുന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. ആദ്യത്തെ 50 ഒറ്റസംഖ്യകളുടെ ശരാശരി 50. നമ്മളിപ്പോൾ ചെയ്ത രണ്ട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതുന്നു. ശ്രദ്ധിക്കുക. ആദ്യത്തെ 100 ഒറ്റസംഖ്യകളുടെ ശരാശരി 100. ആദ്യത്തെ 50 ഒറ്റസംഖ്യകളുടെ ശരാശരി 50. ഈ രണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതായത് അതിങ്ങനെയാണ്. ഒറ്റസംഖ്യകളുടെ ശരാശരി കാണാൻ തന്നിരിക്കുന്ന എണ്ണത്തിലെ സംഖ്യയെ അതുപോലെ തന്നെ എഴുതുക. ഇതെങ്ങനെയാണെന്ന് 2-3 ചോദ്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര? നമുക്കറിയാം എണ്ണത്തിലെ സംഖ്യയെ അതുപോലെ തന്നെ എഴുതുക. അതായത് 25 ആണ് ഇവിടെ എണ്ണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഉത്തരം 25 തന്നെ ആയിരിക്കും. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ 500 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര? നമുക്കറിയാം നമ്മുടെ ഉത്തരം 500 തന്നെ ആയിരിക്കും. അടുത്ത ചോദ്യം. ആദ്യത്തെ 1000 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര? നമ്മുടെ ഉത്തരം 1000 തന്നെ ആയിരിക്കും. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ 5000 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര? നമുക്കറിയാം നമ്മുടെ ഉത്തരം 5000 തന്നെ ആയിരിക്കും. ഇത്രയും നേരം പഠിപ്പിച്ച ഈ 3 ഭാഗങ്ങളും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം വളരെയധികം സമയം ചെലവഴിക്കാതെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള 3 വിഭാഗത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളിവിടെ പഠിപ്പിച്ചത്. ഈ 3 വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള രീതി വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക, മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. 100, 200, 300, 400, 500, 600 ഇവയുടെ ശരാശരി എത്ര? ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. ഇതൊരു തുടർച്ചയായ സംഖ്യാശ്രേണിയാണ്. അതായത് 100-ന്റെ കൂടെ 100 കൂട്ടി 200 കിട്ടി, 200-ന്റെ കൂടെ 100 കൂട്ടി 300 കിട്ടി. ഇങ്ങനെ 100 കൂടി പോകുന്ന തുടർച്ചയായിട്ടുള്ള ഒരു സംഖ്യാശ്രേണിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള രീതി ഇതാണ്. അതായത് തുടർച്ചയായ സംഖ്യാശ്രേണികൾ വന്നാൽ ശരാശരി കാണാൻ ആദ്യ സംഖ്യ അധികം അവസാന സംഖ്യ ഭാഗം 2. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കറിയാം ആദ്യ സംഖ്യ 100 ആണ്, അവസാന സംഖ്യ 600 ആണ്. അപ്പോൾ ശരാശരി കാണാൻ 100-നെ 600 കൊണ്ട് കൂട്ടുക, ആ കൂട്ടി കിട്ടുന്നതിനെ 2 കൊണ്ട് ഹരിക്കുക. അതായത് 100-ഉം 600-ഉം തമ്മിൽ കൂട്ടുമ്പോൾ 700 എന്ന് കിട്ടും. 700-നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 350 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ നമ്മുടെ ഉത്തരം കിട്ടി. ശരാശരി 350. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. 4-ന്റെ ആദ്യത്തെ 30 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. 4-ന്റെ ആദ്യത്തെ 30 ഗുണിതങ്ങളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത് തുടർച്ചയായ ഒരു സംഖ്യാശ്രേണിയാണ്. നമുക്കറിയാം തുടർച്ചയായ സംഖ്യാശ്രേണികൾ വന്നാൽ ശരാശരി കാണാൻ ആദ്യ സംഖ്യയെ അവസാന സംഖ്യ കൊണ്ട് കൂട്ടുക, അങ്ങനെ കൂട്ടിക്കിട്ടുന്ന തുകയെ 2 കൊണ്ട് ഹരിക്കുക. അതായത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി മനസ്സിലാക്കാം. ആദ്യ സംഖ്യ നമുക്കറിയാം 4 ആണ്, അവസാന സംഖ്യ 120 ആണ്. അതായത് 4-ന്റെ ആദ്യത്തെ 30 ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 4 3 12, 120, 30-ാമത്തെ ഗുണിതം 120 ആയിരിക്കും. അപ്പോൾ ആദ്യ സംഖ്യ 4 എന്ന് കിട്ടി, അവസാന സംഖ്യ 120 എന്ന് കിട്ടി. നമുക്ക് ശരാശരി കാണാൻ ആദ്യ സംഖ്യയായിട്ടുള്ള 4-നെ അവസാന സംഖ്യയായിട്ടുള്ള 120 കൊണ്ട് കൂട്ടുക, അതിനെ 2 കൊണ്ട് ഹരിക്കുക. അതായത് നമുക്ക് ശരാശരി സമം 124/2 എന്ന് കിട്ടും. അപ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരം 62 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. 4-ന്റെ ആദ്യത്തെ 30 ഗുണിതങ്ങളുടെ ശരാശരി 62. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. 30 വരെയുള്ള ഇരട്ടസംഖ്യയുള്ള ശരാശരി എത്ര? ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ 30 ഇരട്ടസംഖ്യകൾ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 30 വരെയുള്ള ഇരട്ടസംഖ്യയുള്ള ശരാശരി എത്ര എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 30 വരെയുള്ള ഇരട്ടസംഖ്യകൾ എന്ന് പറയുമ്പോൾ അത് തുടർച്ചയായ ഒരു സംഖ്യാശ്രേണിയാണ്. അതായത് തുടർച്ചയായ സംഖ്യാശ്രേണികൾ വന്നാൽ ശരാശരി കാണാനുള്ള സമവാക്യം നമുക്കറിയാം. ആദ്യത്തെ സംഖ്യയെ അവസാന സംഖ്യ കൊണ്ട് കൂട്ടിയതിനു ശേഷം 2 കൊണ്ട് ഹരിക്കുക. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യ സംഖ്യ 2 ആണ്. കാരണം 30 വരെയുള്ള ഇരട്ടസംഖ്യ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇരട്ടസംഖ്യ 2 ആണ്. 30 വരെയുള്ള ഇരട്ടസംഖ്യകൾ എന്ന് പറയുമ്പോൾ 30 ഒരു ഇരട്ടസംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവസാന സംഖ്യ 30 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യ സംഖ്യ 2 എന്ന് കിട്ടി, അവസാന സംഖ്യ 30 എന്ന് കിട്ടി. അടുത്തതായി ശരാശരി കാണാൻ
ആദ്യ സംഖ്യയായിട്ടുള്ള 2നെ അവസാന സംഖ്യയായിട്ടുള്ള 30 കൊണ്ട് കൂട്ടുക, അതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 32/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഉത്തരം 16 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. 30 വരെയുള്ള ഇരട്ടസംഖ്യയുള്ള ശരാശരി 16. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. 30 വരെയുള്ള ഒറ്റസംഖ്യയുള്ള ശരാശരി എത്ര? ഇവിടെ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതാണ്, ആദ്യത്തെ 30 ഒറ്റസംഖ്യയുള്ള ശരാശരി എത്ര ആണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. 30 വരെയുള്ള ഒറ്റസംഖ്യയുള്ള ശരാശരി എത്ര എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് 30 വരെയുള്ള ഒറ്റസംഖ്യകൾ എന്ന് പറയുമ്പോൾ അത് തുടർച്ചയായ ഒരു സംഖ്യാശ്രേണിയാണ്. നമുക്കറിയാം, തുടർച്ചയായ സംഖ്യാശ്രേണികൾ വന്നാൽ ശരാശരി കാണാൻ ആദ്യ സംഖ്യയെ അവസാന സംഖ്യ കൊണ്ട് കൂട്ടിയതിനു ശേഷം 2 കൊണ്ട് ഹരിക്കുക. 30 വരെയുള്ള ഒറ്റസംഖ്യയുള്ള ശരാശരി എന്ന് പറയുമ്പോൾ ആദ്യ സംഖ്യ 1 ആണെന്ന് നമുക്കറിയാം. അവസാന സംഖ്യ ഏതാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായി കണ്ടുപിടിക്കേണ്ടത്. 30 വരെയുള്ള ഒറ്റസംഖ്യകൾ എന്ന് പറയുമ്പോൾ 30 എന്നുള്ളത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 30ന് തൊട്ട് മുകളിലായി നിൽക്കുന്നത് 29 എന്ന സംഖ്യയാണ്. അതായത് 30 വരെയുള്ള ഒറ്റസംഖ്യയിൽ അവസാനത്തെ ഒറ്റസംഖ്യ എന്ന് പറയുന്നത് 29 ആണ്. അപ്പോൾ നമുക്ക് ആദ്യ സംഖ്യ 1 എന്നും അവസാന സംഖ്യ 29 എന്ന് കിട്ടും. അവിടുന്ന് ശരാശരി കാണാൻ വേണ്ടിയിട്ട് ആദ്യ സംഖ്യയായിട്ടുള്ള 1നെ അവസാന സംഖ്യയായിട്ടുള്ള 29 കൊണ്ട് കൂട്ടുക, ആ കൂട്ടി കിട്ടുന്നതിനെ 2 കൊണ്ട് ഹരിക്കുക. അതായത് 30/2 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. 30 വരെയുള്ള ഒറ്റസംഖ്യയുള്ള ശരാശരി 15. അടുത്തതായി 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് പരിശീലിക്കുന്നതിന് വേണ്ടി ഇവിടെ തന്നിരിക്കുകയാണ്. ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരവും വിശദീകരണവും ഈ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക. അവ ശരിയാണോ എന്ന് ഒത്തുനോക്കുക. നമുക്ക് അടുത്തതായി മറ്റൊരു ടൈപ്പ് ചോദ്യം ചെയ്യാം. ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്. ഒരു ക്ലാസ്സിലെ 15 കുട്ടികളുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം. ക്ലാസ് ടീച്ചറിന്റെ ഭാരം കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കിലോഗ്രാം കൂടി. എങ്കിൽ ക്ലാസ് ടീച്ചറിന്റെ ഭാരം എത്ര? ഇവിടെ നമുക്ക് 15 കുട്ടികളുടെ ശരാശരി ഭാരം തന്നിട്ടുണ്ട് 60 കിലോഗ്രാം. ക്ലാസ് ടീച്ചറിന്റെ ഭാരം കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കിലോഗ്രാം കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ക്ലാസ് ടീച്ചറിന്റെ ഭാരം തന്നിട്ടില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എടുത്തെഴുതുക. കുട്ടികളുടെ എണ്ണം 15, ശരാശരി ഭാരം 60 കിലോഗ്രാം. ഇത്രയും നമ്മൾ എടുത്തെഴുതി വെക്കുക. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനൊരു ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം കണ്ടെത്താമെന്നുള്ള രീതിയാണ് പറഞ്ഞു തരുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, മനസ്സിലാക്കി വെക്കുക. രീതി ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിന്റെ കൂടെ പുതുതായി എത്ര പേരാണോ വന്നത് ആ എണ്ണം കൂട്ടുക. അതായത് ഇവിടെ 15ന്റെ കൂടെ 1 കൂട്ടുക. അതായത് പുതുതായി ക്ലാസ് ടീച്ചറിന്റെ ഭാരം കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഭാരമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ തന്നെയുള്ള 15 കുട്ടികളുടെ എണ്ണത്തിന്റെ കൂടെ പുതുതായി വന്ന ഒരാളുടെ എണ്ണം കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ഈ കിട്ടിയ 16 എന്ന എണ്ണത്തെ കൂടിയ ശരാശരി കൊണ്ട് ഗുണിക്കുക. അതായത് ഇവിടെ ചോദ്യം ശ്രദ്ധിച്ചേ, ഇവിടെ ശരാശരി കൂടിയത് 1 കിലോഗ്രാം കൂടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടിയ ശരാശരി 1 ആണ്. അപ്പോൾ കിട്ടിയ എണ്ണം 16 ആണ്. 16നെ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം 16 എന്ന് കിട്ടും. ഈ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, കുട്ടികളുടെ എണ്ണം 15 ആണെന്നറിയാം. പുതുതായി വന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണോ എന്ന് നോക്കുക. ഇവിടെ പുതുതായി വന്നത് ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണമായിട്ടുള്ള 15ന്റെ കൂടെ പുതുതായി വന്ന ഒരാളുടെ എണ്ണം കൂടി കൂട്ടുക. അപ്പോൾ 15 + 1 16 എന്ന് കിട്ടും. ഈ 16നെ കൂടിയ ശരാശരി കൊണ്ട് ഗുണിക്കുക. ശരാശരി 1 ആണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ 16നെ 1 കൊണ്ട് ഗുണിക്കുക. അവിടുന്ന് നമുക്ക് 16 എന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ക്ലാസ് ടീച്ചറിന്റെ ഭാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ശരാശരി ഭാരം എടുക്കുക. അതായത് ഇവിടെ ശരാശരി ഭാരം നമുക്ക് തന്നിരിക്കുന്നത് 60 ആണ്. ഈ 60ന്റെ കൂടെ നമുക്ക് കിട്ടിയ 16 കൂട്ടുക. അപ്പോൾ 60ഉം 16ഉം കൂട്ടുമ്പോൾ 76 എന്ന് കിട്ടും. അതായത് അവിടുന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. ക്ലാസ് ടീച്ചറിന്റെ ഭാരം 76 കിലോഗ്രാം. ഇത് എങ്ങനെയാണെന്ന് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. ഒരു ക്ലാസ്സിലെ 15 കുട്ടികളുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം. പുതുതായി ഒരു കുട്ടി കൂടി വന്നപ്പോൾ ശരാശരി 2 കിലോഗ്രാം കുറഞ്ഞു. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എടുത്തെഴുതുക. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നു കുട്ടികളുടെ എണ്ണം 15, ശരാശരി ഭാരം 60. അവിടുന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, അതായത് കുട്ടികളുടെ എണ്ണത്തിന്റെ കൂടെ പുതുതായി വന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണോ അത് കൂട്ടുക. ഇവിടെ 15ന്റെ കൂടെ 1 കൂട്ടുക. കാരണം പുതുതായി ഒരു കുട്ടി കൂടി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15 + 1 16. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ഈ കിട്ടിയ 16നെ നമുക്കിവിടെ കുറഞ്ഞ ശരാശരി എത്രയാണോ അതുകൊണ്ട് ഗുണിക്കുക. ഇവിടെ കുറഞ്ഞ ശരാശരി 2 ആണ്. അതുകൊണ്ട് 16നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 32 എന്ന് കിട്ടും.
അതായത് കഴിഞ്ഞ കണക്കിൽ 16നെ 1 കൊണ്ട് ഗുണിച്ചു. കാര്യം എന്താണ്? അവിടെ കൂടിയ ശരാശരി 1 ആണ്. അപ്പോൾ ശരാശരിയിലുണ്ടായ മാറ്റം കൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നത്. അതായത് അവിടെ 1 കൂടിയപ്പോൾ 1 ഗുണിച്ചു, ഇവിടെ 2 കുറഞ്ഞപ്പോൾ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 16നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 32 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കാണുന്നതിന് വേണ്ടി ശരാശരി ഭാരം നമുക്ക് തന്നിട്ടുണ്ട് 60. 60ൽ നിന്ന് 32 കുറയ്ക്കുക. അതായത് 60ൽ നിന്ന് 32 കുറയ്ക്കുമ്പോൾ 28 എന്ന് കിട്ടും. നേരത്തെ കൂടിയത് കൊണ്ടാണ് 16 കൂട്ടിയത്. ഇവിടെ കുറഞ്ഞത് കൊണ്ടാണ് 60ൽ നിന്ന് 32 കുറച്ചത്. അപ്പോൾ നമുക്ക് ഉത്തരം 28 എന്ന് കിട്ടി. അതായത് പുതുതായി വന്ന കുട്ടിയുടെ ഭാരം 28 കിലോഗ്രാം. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറയാം. ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എണ്ണത്തിന്റെ കൂടെ പുതുതായി വരുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടുക. അത് 1 ആണെങ്കിൽ 1 കൂട്ടുക, 2 ആണെങ്കിൽ 2 കൂട്ടുക. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ കൂട്ടിക്കിട്ടിയ തുകയെ ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് ഗുണിക്കുക. അതായത് ശരാശരി കൂടുകയാണെങ്കിൽ ആ കൂടിയ ശരാശരി കൊണ്ട് ഗുണിക്കുക, ശരാശരി കുറയുകയാണെങ്കിൽ ആ കുറഞ്ഞ ശരാശരി കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അടുത്തതായി നമ്മൾ ഈ കിട്ടിയ സംഖ്യയെ തന്നിരിക്കുന്ന ശരാശരിയിൽ നിന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. എപ്പോഴാണ് കൂട്ടുന്നത്? ശരാശരി കൂടുകയാണെങ്കിൽ കൂട്ടണം, ശരാശരി കുറയുകയാണെങ്കിൽ കുറയ്ക്കണം. ഇതാണ് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാനുള്ള എളുപ്പമാർഗം. ഇത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടി പല ആവർത്തി കേട്ടു നോക്കുക. നമുക്ക് മറ്റൊരു ടൈപ്പ് ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്. ഒരു ക്ലാസ്സിലെ 15 കുട്ടികളുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം. 35 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി പോയി പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി ഭാരം 1 കിലോഗ്രാം കൂടി. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? ഈ പറഞ്ഞ ചോദ്യവും ഇതിനു മുൻപ് ചെയ്ത ചോദ്യവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ ചോദ്യത്തിൽ പുതുതായി ഒരാൾ വന്നപ്പോൾ ശരാശരിയിൽ ഉണ്ടായ മാറ്റമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ചോദ്യത്തിൽ ഒരു നിശ്ചിത ഭാരമുള്ള ഒരാൾ പോയിട്ട് മറ്റൊരാൾ വന്നപ്പോൾ ശരാശരിയിൽ ഉണ്ടായ മാറ്റമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ക്ലാസ്സിലെ 15 കുട്ടികളുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം. അതായത് ഒരു ക്ലാസ്സിലെ 15 കുട്ടികളുടെ ശരാശരി ഭാരം 60 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഈ 15ൽ നിന്നും ഒരാൾ പോകുന്നു. ആ പോകുന്ന കുട്ടിയുടെ ഭാരം 35 കിലോഗ്രാം ആണ്. പകരം മറ്റൊരാൾ വരുന്നു. അപ്പോഴും എണ്ണത്തിന് മാറ്റം വരുന്നില്ല, 15 തന്നെയാണ് അവിടുത്തെ എണ്ണം. അപ്പോൾ മറ്റൊരാൾ വരുമ്പോൾ ശരാശരി ഭാരം പക്ഷേ 1 കിലോഗ്രാം കൂടുന്നുണ്ട്. അപ്പോൾ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ അതുപോലെ എടുത്തെഴുതുക. അതായത് കുട്ടികളുടെ എണ്ണം 15, ശരാശരി ഭാരം 60 കിലോഗ്രാം, പോയ കുട്ടിയുടെ ഭാരം 35 കിലോഗ്രാം. നമുക്ക് ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എണ്ണത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അതായത് നമ്മുടെ എണ്ണം 15 തന്നെയാണ്. നേരത്തെ നമുക്ക് എണ്ണത്തിന് മാറ്റം വന്നതുകൊണ്ടാണ് നമുക്ക് ആ മാറ്റം വന്ന സംഖ്യയെ നമ്മുടെ എണ്ണത്തിന്റെ കൂടെ കൂട്ടിയത്. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ എണ്ണമായിട്ടുള്ള 15നെ ശരാശരിയിൽ ഉണ്ടായ മാറ്റം കൊണ്ട് ഗുണിക്കുക. അതായത് ശരാശരിയിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് 1 കിലോഗ്രാം കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ എണ്ണമായിട്ടുള്ള 15നെ 1 കൊണ്ട് ഗുണിക്കുക. അതായത് ഇവിടെ കൂടിയ ശരാശരിയാണ് 1. അപ്പോൾ 15 ഗുണം 1 15 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കാണുന്നതിന് വേണ്ടി പോയ കുട്ടിയുടെ ഭാരമായിട്ടുള്ള 35ന്റെ കൂടെ നമുക്ക് കിട്ടിയ 15 കൂട്ടുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ശരാശരി ഭാരത്തിന്റെ കൂടെ അല്ല കൂട്ടുന്നത്. പോയ കുട്ടിയുടെ ഭാരം എത്രയാണോ ആ ഭാരത്തിന്റെ കൂടാണ് കൂട്ടുന്നത്. അതായത് 35ന്റെ കൂടെ 15 കൂട്ടുമ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. പുതുതായി വന്ന കുട്ടിയുടെ ഭാരം 50 കിലോഗ്രാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണത്തിന് മാറ്റമൊന്നും വരുന്നില്ല. ശരാശരി ഭാരം നമ്മൾ അതുപോലെ തന്നെ എടുത്തിരിക്കുന്നു. അതിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഇത്ര മാത്രം. അതായത് എണ്ണത്തിനെ ശരാശരിയിൽ ഉണ്ടായ മാറ്റം കൊണ്ട് ഗുണിക്കുന്നു. ആ ഗുണിച്ചു കിട്ടിയ സംഖ്യയെ നമ്മൾ പോയ കുട്ടിയുടെ ഭാരത്തിന്റെ കൂടെ കൂട്ടുന്നു. അതായത് ഇവിടെ 35ന്റെ കൂടെ 15 എന്നാണ് നമ്മൾ കൂട്ടിയത്. അപ്പോൾ നമുക്ക് 50 എന്ന് കിട്ടിയത്. ഇവിടെ നമ്മൾ 60 എന്ന സംഖ്യയെ ഒന്നിനും എടുത്തിട്ടേ ഇല്ല. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഒരു ക്ലാസ്സിലെ 15 കുട്ടികളുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം. 35 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി പോയി പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി ഭാരം 1 കിലോഗ്രാം കുറഞ്ഞു. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ ശരാശരി ഭാരം 1 കിലോഗ്രാം കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ ശരാശരി ഭാരം 1 കിലോഗ്രാം കൂടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾക്ക് ഒരേപോലെ തരാൻ കാരണം അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, ഇവിടെ കുട്ടികളുടെ എണ്ണം 15 തന്നെയാണ്. ശരാശരി ഭാരം 60 കിലോഗ്രാം തന്നെയാണ്. 35 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി തന്നെയാണ് പോയത്.
എന്നാൽ ഇവിടെ ശരാശരി ഭാരം 1 കിലോഗ്രാം കുറയുകയാണ് ചെയ്തത്. അപ്പോൾ തന്നിരിക്കുന്ന വിവരങ്ങൾ അതുപോലെ എഴുതി വെക്കുക. അതായത് കുട്ടികളുടെ എണ്ണം 15, ശരാശരി ഭാരം 60 കിലോഗ്രാം, പോയ കുട്ടിയുടെ ഭാരം 35 കിലോഗ്രാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, എണ്ണത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ എണ്ണമായിട്ടുള്ള 15നെ നമ്മൾ ശരാശരിയിലുണ്ടായ മാറ്റം കൊണ്ട് ഗുണിക്കുന്നു. അതായത് ഇവിടെ ശരാശരിയിലുണ്ടായ മാറ്റം 1 കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15നെ 1 കൊണ്ട് ഗുണിക്കുക. 15 ഗുണം 1 നമുക്ക് 15 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ശരാശരി ഭാരം 1 കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കാണുന്നതിന് വേണ്ടി നമുക്ക് പോയ കുട്ടിയുടെ ഭാരമായിട്ടുള്ള 35 തന്നിട്ടുണ്ട്. 35ൽ നിന്നും 15 കുറയ്ക്കണം. അതായത് നേരത്തെ 35ന്റെ കൂടെ 15 കൂട്ടുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കാണാൻ പോയ കുട്ടിയുടെ ഭാരമായിട്ടുള്ള 35ൽ നിന്നും 15 കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഉത്തരം 20 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. പുതുതായി വന്ന കുട്ടിയുടെ ഭാരം 20 കിലോഗ്രാം. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വ്യക്തമായി മനസ്സിലായിട്ടില്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കുക, ഉറപ്പായും മനസ്സിലാകുന്നതാണ്. അടുത്തതായി നിങ്ങൾക്ക് ചെയ്തു നോക്കുന്നതിലേക്കായി 2 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളും ഈ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഈ 2 ചോദ്യങ്ങളും ചെയ്തു നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ ഒത്തുനോക്കുക. നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: തുടർച്ചയായ 20 ഇരട്ട സംഖ്യയുള്ള ശരാശരി 21. ഇതിൽ വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത്? അതായത് ചോദ്യം ഇതാണ്: തുടർച്ചയായ 20 ഇരട്ട സംഖ്യയുള്ള ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് 21. അപ്പോൾ ഇവിടെ നമുക്ക് സംഖ്യകളുടെ എണ്ണം കിട്ടും 20, ശരാശരി 21. ഇത്രയും വിവരങ്ങൾ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അടുത്തതായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാം. വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട രീതി ഇതാണ്. അതായത് തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം എത്രയാണോ ആ എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം 20 ആണ്. 20ൽ നിന്നും 1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 19 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ഈ കിട്ടിയ 19നെ നമ്മുടെ ശരാശരിയുടെ കൂടെ കൂട്ടുക. 21ന്റെ കൂടെ 19 കൂട്ടുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും, വലിയ സംഖ്യ 40. അടുത്തതായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചെറിയ സംഖ്യ ഏതാണെന്നാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. അതായത് ആദ്യം എണ്ണം എടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം 20 ആണ്. 20ൽ നിന്നും 1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 19 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ചെറിയ സംഖ്യ കാണുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ശരാശരിയിൽ നിന്നും ഈ കിട്ടിയ 19 കുറയ്ക്കുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ശരാശരി 21 ആണ്. 21ൽ നിന്നും 19 കുറയ്ക്കുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും, ചെറിയ സംഖ്യ 2. അതായത് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ സംഖ്യ 40, ചെറിയ സംഖ്യ 2. ഈ പാഠഭാഗം ഒന്നുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. തുടർച്ചയായ 20 ഒറ്റ സംഖ്യയുള്ള ശരാശരി 40. ഇതിൽ വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത്? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് തുടർച്ചയായ 20 ഒറ്റ സംഖ്യയുള്ള ശരാശരി 40. അതായത് സംഖ്യകളുടെ എണ്ണം 20, ശരാശരി 40. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, വലിയ സംഖ്യ കാണാൻ ആദ്യം എണ്ണം എടുക്കുക. എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. അതായത് 20ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 19 എന്ന് കിട്ടും. ഈ കിട്ടിയ 19നെ നമുക്ക് തന്നിട്ടുള്ള ശരാശരിയുടെ കൂടെ കൂട്ടുക. അതായത് ഇവിടെ ശരാശരി 40 ആണ്. 40ന്റെ കൂടെ 19 കൂട്ടുമ്പോൾ നമുക്ക് 51 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് കിട്ടും നമ്മുടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 59 ആണ്. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറിയ സംഖ്യയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം എണ്ണം എടുക്കുക. എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 19 എന്ന് കിട്ടും. ഈ കിട്ടിയ 19നെ നമുക്ക് തന്നിട്ടുള്ള ശരാശരിയിൽ നിന്നും കുറയ്ക്കുക. കാരണം ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് കുറയ്ക്കണം, വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് കൂട്ടണം. ഇവിടെ തന്നിരിക്കുന്ന ശരാശരി 40 ആണ്. 40ൽ നിന്നും 19 കുറയ്ക്കുമ്പോൾ നമുക്ക് 21 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ചെറിയ സംഖ്യ കിട്ടി 21. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം 2മായിട്ടുണ്ട്. വലിയ സംഖ്യ 59, ചെറിയ സംഖ്യ 21. ഈ ചോദ്യങ്ങൾ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണമാണ് ആദ്യം എടുക്കേണ്ടത്. സംഖ്യയുടെ എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ശരാശരിയുടെ കൂടെ എണ്ണത്തിൽ നിന്നും 1 കുറച്ച് കിട്ടിയ സംഖ്യ കൂട്ടുക. ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ശരാശരിയിൽ നിന്നും എണ്ണത്തിൽ നിന്നും 1 കുറച്ച് കിട്ടിയ സംഖ്യ കുറയ്ക്കുക. അടുത്തതായി ഇവിടെ നിങ്ങൾക്ക് ചെയ്തു നോക്കുന്നതിലേക്കായി 2 ചോദ്യങ്ങൾ തന്നിരിക്കുന്നു.
ഈ രണ്ട് ചോദ്യങ്ങളും ചെയ്തു നോക്കുക. ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ഈ ക്ലാസിന്റെ അവസാന ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം അവയുമായി ഒത്തുനോക്കുക. അടുത്തതായി നമുക്ക് മറ്റൊരു ടൈപ്പ് ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്. 11 സംഖ്യകളുടെ ശരാശരി 35. 88 എന്ന സംഖ്യയ്ക്ക് പകരം 55 എന്ന സംഖ്യ ഉൾപ്പെടുത്തിയാണ് ശരാശരി കണ്ടത് എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര? അതായത് ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. 11 സംഖ്യകളുടെ ശരാശരി 35. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു 88 എന്ന സംഖ്യയ്ക്ക് പകരം 55 എന്ന സംഖ്യ ഉൾപ്പെടുത്തിയാണ് ശരാശരി കണ്ടത്. സ്വാഭാവികമായിട്ടും 88 എന്ന സംഖ്യ ഉൾപ്പെടുത്തി ശരാശരി കാണുന്നതും 55 എന്ന സംഖ്യ ഉൾപ്പെടുത്തി ശരാശരി കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസം കാണും. ഇവിടെ 88ന് പകരം 55 ഉപയോഗിച്ചപ്പോൾ 35 കിട്ടി. അപ്പോൾ 88 ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ ശരാശരി സ്വാഭാവികമായിട്ടും കൂടാനാണ് സാധ്യത. ഇത്രയും നമ്മൾ പറഞ്ഞത് ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അടുത്തതായി നമുക്ക് ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്ന് പഠിക്കാം. അതിലേക്കായി ആദ്യം നമുക്ക് ചോദ്യത്തിൽ നിന്നും എടുത്തെഴുതാം. 88 എന്ന സംഖ്യയ്ക്ക് പകരം 55 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വ്യത്യാസം കാണണം. അതായത് 88ൽ നിന്നും 55 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 33 എന്ന സംഖ്യ കിട്ടും. അതായത് ഏത് സംഖ്യയാണോ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത് ആ സംഖ്യയിൽ നിന്നും പകരം എഴുതിയ സംഖ്യ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 88ൽ നിന്നും 55 കുറയ്ക്കുമ്പോൾ 33 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ കിട്ടിയ വ്യത്യാസത്തെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇവിടെ നമുക്ക് കിട്ടിയ വ്യത്യാസം 33 ആണ്. സംഖ്യകളുടെ എണ്ണം 11 ആണ്. 33നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അത്രയും കിട്ടിയത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അതായത് 88 എന്ന സംഖ്യയ്ക്ക് പകരമാണ് 55 എഴുതിയത്. അതായത് 88 ആണ് വലുത്, 55 88നേക്കാൾ ചെറുതാണ്. അപ്പോൾ 88 ഉൾപ്പെടുത്തി കാണുന്ന ശരാശരി കൂടുതലായിരിക്കും. എന്നാൽ 55 ഉൾപ്പെടുത്തി കാണുന്ന ശരാശരി 88നേക്കാൾ താഴെയായിരിക്കും. ഒന്നുകൂടി പറയാം. 55 ഉൾപ്പെടുത്തിയപ്പോൾ കിട്ടിയ ശരാശരി 35 ആണ്. എന്നാൽ 88 ഉൾപ്പെടുത്തി കാണുമ്പോൾ ശരാശരി സ്വാഭാവികമായും കൂടുകയല്ലേ ചെയ്യുന്നത്. അതായത് നമുക്ക് 88 ഉൾപ്പെടുത്തി കാണുമ്പോഴുള്ള ശരാശരി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലേക്കായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 55 ഉൾപ്പെടുത്തിയപ്പോൾ കിട്ടിയ ശരാശരി എടുത്ത് എഴുതുക. അത് 35 ആണ്. ഈ 35ന്റെ കൂടെ 33നെ 11 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ 3 കൂട്ടുക. അതായത് 35ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 38 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് യഥാർത്ഥ ശരാശരി കിട്ടും 38. നമുക്ക് അടുത്തതായി മറ്റൊരു ചോദ്യം ചെയ്ത് ഇതെങ്ങനെയാണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 16 സംഖ്യകളുടെ ശരാശരി 42. 4 എന്ന സംഖ്യയ്ക്ക് പകരം 68 എന്ന സംഖ്യ ഉൾപ്പെടുത്തിയാണ് ശരാശരി കണ്ടത് എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര? ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എടുത്തെഴുതുക. 4 എന്ന സംഖ്യയ്ക്ക് പകരം 68 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥ സംഖ്യയും പകരമെഴുതിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കാണുക. അതായത് വ്യത്യാസം സമം 68 മൈനസ് 4 64 എന്ന് കിട്ടും. അതായത് 68ൽ നിന്നും 4 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 64 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ വ്യത്യാസത്തെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ നമുക്ക് കിട്ടിയ വ്യത്യാസം 64 ആണ്. 64നെ സംഖ്യകളുടെ എണ്ണമായിട്ടുള്ള 16 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം 4 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി എഴുതുന്നു. 4 എന്ന സംഖ്യയ്ക്ക് പകരം 68 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 4 എന്ന സംഖ്യ ചെറുതാണ്, അതിനേക്കാൾ വലിയ സംഖ്യയാണ് 68. സ്വാഭാവികമായിട്ടും 68 എന്ന സംഖ്യ ഉൾപ്പെടുത്തിയപ്പോൾ കിട്ടിയ ശരാശരി 42 ആണെങ്കിൽ 4 എന്ന സംഖ്യ ഉൾപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ശരാശരി അതിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് 4 എന്ന സംഖ്യ ഉൾപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ശരാശരി കാണാൻ നമുക്കിവിടെ തന്നിട്ടുള്ള ശരാശരി ആയിട്ടുള്ള 42ൽ നിന്നും 64നെ 16 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ 4 കുറയ്ക്കണം. അതായത് 42ൽ നിന്നും 4 കുറച്ചാൽ 38 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ ശരാശരി കിട്ടും 38. ഇവിടെ രണ്ട് ചോദ്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഒരിടത്ത് വലിയ സംഖ്യയ്ക്ക് പകരം ചെറിയ സംഖ്യ എഴുതിയപ്പോൾ ശരാശരി കൂടുകയാണ് ചെയ്തത്. എന്നാൽ മറ്റൊരിടത്ത് ചെറിയ സംഖ്യയ്ക്ക് പകരം വലിയ സംഖ്യ എഴുതിയപ്പോൾ ശരാശരി കുറയുകയാണ് ചെയ്തത്. ഈ രണ്ട് ചോദ്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുക. വ്യക്തമായി മനസ്സിലാകുന്നില്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കുക, ഉറപ്പായും മനസ്സിലാകുന്നതാണ്. അടുത്തതായി നിങ്ങൾക്ക് ചെയ്തു നോക്കുന്നതിലേക്കായി രണ്ട് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളും ഈ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഈ രണ്ട് ചോദ്യങ്ങളും ചെയ്തു നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ ഒത്തുനോക്കുക. നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് 30 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് 60 km/h വേഗതയിലും യാത്ര ചെയ്താൽ ആ യാത്രയുടെ ശരാശരി വേഗത എത്ര?
ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. അതായത് ചോദ്യത്തിൽ എയിൽ നിന്നും ബിയിലേക്കും ബിയിൽ നിന്നും തിരിച്ച് എയിലേക്കുമാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഇവിടെ തുല്യ ദൂരത്തിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. എന്നാൽ യാത്ര ചെയ്തിരിക്കുന്ന വേഗത വ്യത്യസ്തമാണ്. അതായത് എയിൽ നിന്നും ബിയിലേക്ക് 30 കിലോമീറ്ററും ബിയിൽ നിന്നും എയിലേക്ക് 60 കിലോമീറ്ററും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരാശരി വേഗത എത്ര എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. തുല്യ ദൂരമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം ഇതാണ്. 2ab/a+b. ഇവിടെ നമ്മൾ അടുത്തതായി എയും ബിയും എടുത്തെഴുതുന്നു. ശ്രദ്ധിക്കുക. എയിൽ നിന്നും ബിയിലേക്കുള്ള വേഗത അതായത് എ സമം 30 km/h. അടുത്തതായി ബിയിൽ നിന്നും എയിലേക്കുള്ള വേഗത അതായത് ബി സമം 60 km/h. ശരാശരി വേഗത കാണാനുള്ള സമവാക്യം നമുക്കറിയാം. 2ab/a+b. അതായത് നമുക്ക് സമവാക്യത്തിലേക്ക് എയും ബിയും ഇട്ടുകൊടുക്കാം. അപ്പോൾ നമുക്ക് ശരാശരി വേഗത കാണാൻ 2 × 30 × 60 ഭാഗം 30 + 60 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് ശരാശരി വേഗത സമം 2 × 30 × 60 ഭാഗം 90 എന്ന് കിട്ടും. ഇവിടെ മുകളിലുള്ള 2 × 30 × 60 ഗുണിക്കേണ്ട ആവശ്യമില്ല. കാരണം താഴെയുള്ള 90മായി അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് വെട്ടിക്കളയാൻ സാധിക്കുന്നതാണ്. അത് ഗുണിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വെട്ടിക്കളയാൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ചെറിയ രൂപത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം വെട്ടിക്കളയാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 40 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. ശരാശരി വേഗത 40 km/h. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 40 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. ശരാശരി വേഗത 40 km/h. അടുത്തൊരു ചോദ്യം ചെയ്തു നോക്കിക്കൊണ്ട് ഇത് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാം. ചോദ്യം ഇതാണ്. ഒരാൾ ഒരു യാത്രയുടെ പകുതി ദൂരം 60 km/h വേഗതയിലും ബാക്കി പകുതി ദൂരം 40 km/h വേഗതയിലും യാത്ര ചെയ്താൽ ആ യാത്രയുടെ ശരാശരി വേഗത എത്ര? ഇവിടെ ചോദ്യം ശ്രദ്ധിച്ചേ. പകുതി ദൂരം 60 km/h വേഗതയിലും ബാക്കി പകുതി ദൂരം 40 km/h വേഗതയിലുമാണ് യാത്ര ചെയ്തിരിക്കുന്നത്. അതായത് പകുതി എന്ന് പറയുമ്പോൾ ആ രണ്ട് ദൂരങ്ങളും തുല്യമാണ്. ഒരു യാത്രയുടെ പകുതി എന്ന് പറയുമ്പോൾ രണ്ട് പകുതിയും തുല്യമായിരിക്കും. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. തുല്യ ദൂരമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം ഇതാണ്. 2ab/a+b. ഇവിടെ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. അതായത് ഒരാൾ ഒരു യാത്രയുടെ പകുതി ദൂരം സഞ്ചരിച്ച വേഗത അതായത് എ സമം 60 km/h. അദ്ദേഹം ആ യാത്രയുടെ ബാക്കി പകുതി ദൂരം സഞ്ചരിച്ച വേഗത 40 km/h. ഇവിടെ നമുക്ക് എ 60 km/h എന്നും ബി 40 km/h എന്നും കിട്ടിയിരിക്കുന്നു. ഈ കിട്ടിയതിനെ നമുക്ക് സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുക്കാം. അതായത് ശരാശരി വേഗത കാണാൻ 2 × 60 × 40 ഭാഗം 60 + 40 എന്ന് ചെയ്ത് നോക്കണം. അവിടുന്ന് 2 × 60 × 40 ഭാഗം 100 എന്ന് കിട്ടും. ഞാൻ ഇതിനു മുൻപത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മൾ അംശത്തിലെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് എഴുതേണ്ട ആവശ്യമില്ല. കാരണം അംശത്തിലെയും ഛേദത്തിലെയും സംഖ്യകൾ തമ്മിൽ വളരെ എളുപ്പത്തിൽ തന്നെ വെട്ടിക്കളയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ നമുക്ക് 48 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. ശരാശരി വേഗത 48 km/h. അടുത്തൊരു ടൈപ്പ് ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്. ഒരാൾ തന്റെ യാത്രയുടെ ദൂരത്തെ 3 തുല്യ ദൂരങ്ങളായി ഭാഗിക്കുന്നു. അയാൾ തന്റെ യാത്രയുടെ ആദ്യ ഭാഗം 10 km/h വേഗതയിലും രണ്ടാം ഭാഗം 20 km/h വേഗതയിലും മൂന്നാം ഭാഗം 60 km/h വേഗതയിലും സഞ്ചരിക്കുകയാണെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. തുല്യ ദൂരമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം ഇതാണ്. 3abc/ab+bc+ac. അതായത് ഇവിടെ 3 തുല്യ ദൂരങ്ങളിലാണ് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എയും ബിയും സിയും എടുത്തെഴുതാം. ഒരാൾ ഒരു യാത്രയുടെ ആദ്യ ഭാഗത്ത് സഞ്ചരിച്ച വേഗത അതായത് എ സമം 10 km/h. അദ്ദേഹം തന്റെ യാത്രയുടെ രണ്ടാമത്തെ ഭാഗത്ത് സഞ്ചരിച്ച വേഗത അതായത് ബി സമം 20 km/h. അദ്ദേഹം തന്റെ യാത്രയുടെ മൂന്നാമത്തെ ഭാഗത്ത് സഞ്ചരിച്ച വേഗത അതായത് സി സമം 60 km/h. അതായത് ഇവിടെ നമുക്ക് എ 10 km/h എന്ന് കിട്ടിയിട്ടുണ്ട്, ബി 20 km/h എന്ന് കിട്ടിയിട്ടുണ്ട്, സി 60 km/h എന്നും കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ എയും ബിയും സിയും നമ്മൾ സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുക്കുക. അതായത് ശരാശരി വേഗത സമം 3 × 10 × 20 × 60 ഭാഗം 10 × 20 അധികം 20 × 60 അധികം 10 × 60. അവിടുന്ന് നമുക്ക് ശരാശരി വേഗത സമം 3 × 10 × 20 × 60 ഭാഗം 2000 എന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. അതായത് ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അംശത്തിലെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചെഴുതാൻ ശ്രമിക്കാതിരിക്കുക. പകരം അംശത്തിലെയും ഛേദത്തിലെയും സംഖ്യകൾ തമ്മിൽ പരസ്പരം വെട്ടിക്കളയാൻ ശ്രമിക്കുക. അങ്ങനെ വെട്ടിക്കളയുമ്പോൾ നമുക്കിവിടെ ഉത്തരം 18 എന്ന് കിട്ടും. അങ്ങനെ നമുക്കിവിടെ നമ്മുടെ ഉത്തരം കിട്ടി. ശരാശരി വേഗത 18 km/h.
അടുത്തതായി നിങ്ങൾക്ക് ചെയ്തു നോക്കുന്നതിലേക്കായി ഇവിടെ 2 ചോദ്യങ്ങൾ തന്നിരിക്കുന്നു. ഈ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് ഈ ചോദ്യങ്ങളുടെ ഉത്തരവും അവയുടെ വിശദീകരണവും വ്യക്തമായി നൽകിയിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്തു നോക്കി കിട്ടുന്ന ഉത്തരവും അവയും തമ്മിൽ ഒത്തുനോക്കുക. നമുക്ക് അടുത്തൊരു ടൈപ്പ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 10 സംഖ്യകളുടെ ശരാശരി 7. ഇവയിൽ ഓരോ സംഖ്യയെയും 12 കൊണ്ട് ഗുണിച്ചാൽ പുതുതായി കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയെ 12 കൊണ്ട് ഗുണിക്കുക. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ സംഖ്യയും 12 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരാശരിക്കും മാറ്റമുണ്ടാകും. അങ്ങനെ മാറ്റമുണ്ടായി കിട്ടുന്ന പുതിയ ശരാശരി കണ്ടെത്താനുള്ള എളുപ്പമാർഗം ഇതാണ്. പഴയ ശരാശരിയെ 12 കൊണ്ട് ഗുണിക്കുക. അതായത് ഓരോ സംഖ്യയും നമ്മൾ എത്ര കൊണ്ടാണോ ഗുണിച്ചത് ആ സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഇവിടെ നമ്മൾ 12 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് 12 കൊണ്ട് ഗുണിക്കുന്നു. ഇനിയും ഓരോ സംഖ്യയും 11 കൊണ്ടാണ് ഗുണിച്ചിരുന്നെങ്കിലോ നമ്മൾ പുതിയ ശരാശരി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതിയായിരുന്നു? പഴയ ശരാശരിയെ 11 കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു. അതായത് ഇവിടെ നമ്മൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ എടുത്തെഴുതുന്നു. പഴയ ശരാശരി 7, ഓരോ സംഖ്യയും 12 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഓരോ സംഖ്യയും 12 കൊണ്ട് ഗുണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരാശരിക്കും മാറ്റമുണ്ടാകും. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. പഴയ ശരാശരിയെ 12 കൊണ്ട് ഗുണിക്കുക. അതായത് പുതിയ ശരാശരി എന്ന് പറയുന്നത് പഴയ ശരാശരിയായിട്ടുള്ള 7നെ 12 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ 7നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 84 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. പുതിയ ശരാശരി 84. ഈ ചോദ്യം വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഒറ്റ ചോദ്യം പഠിച്ചാൽ നമുക്ക് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതായത് അതിങ്ങനെയാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോ സംഖ്യയും 12 കൊണ്ട് ഗുണിച്ചു എന്നാണ്. എന്നാൽ ഓരോ സംഖ്യയും 10 കൊണ്ടാണ് ഗുണിച്ചിരുന്നതെങ്കിലോ അപ്പോഴും നമുക്ക് ഉത്തരം കണ്ടെത്താൻ എളുപ്പമായിരുന്നേനെ. കാര്യം എന്താണ്? പഴയ ശരാശരിയെ 10 കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു. ഇനി ഓരോ സംഖ്യയുടെയും കൂടെ 1 കൂട്ടിയെന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ അപ്പോഴും പുതിയ ശരാശരി കാണാൻ വേണ്ടി പഴയ ശരാശരിയുടെ കൂടെ 1 കൂട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ മറ്റൊരു ചോദ്യത്തിൽ പറയുന്നത് ഓരോ സംഖ്യയിൽ നിന്നും 2 കുറയ്ക്കുന്നു എന്നാണ്. അപ്പോൾ പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയിൽ നിന്നും 2 കുറച്ചാൽ മതി. അതായത് ഇതിൽ നിന്നും നിങ്ങൾക്കൊരു പൊതു തത്വം മനസ്സിലാകും. സംഖ്യകൾക്കുണ്ടാകുന്ന മാറ്റം എന്താണോ ആ മാറ്റങ്ങൾ പഴയ ശരാശരിയിൽ വരുത്തിയാൽ പുതിയ ശരാശരി കിട്ടും. ഒന്നുകൂടി പറയാം, സംഖ്യകൾക്കുണ്ടാകുന്ന മാറ്റം എന്താണോ ആ മാറ്റങ്ങൾ പഴയ ശരാശരിയിൽ വരുത്തിയാൽ പുതിയ ശരാശരി കിട്ടും. ഇപ്പോൾ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ടൈപ്പ് ചോദ്യം ചെയ്യാം. ശ്രദ്ധിക്കുക. 5 സംഖ്യകളുടെ ശരാശരി 27. 5 സംഖ്യകളിൽ ഒരെണ്ണം ഒഴിവാക്കിയാൽ ശരാശരി 25 ആകും. എങ്കിൽ ഒഴിവാക്കിയ സംഖ്യ ഏത്? ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ എടുത്തെഴുതുക. 5 സംഖ്യകളുടെ ശരാശരി 27 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ 5 സംഖ്യകളുടെ തുക കാണാൻ 27നെ 5 കൊണ്ട് ഗുണിക്കുക. അവിടുന്ന് നമുക്ക് 135 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ഒരു സംഖ്യ ഒഴിവാക്കി ബാക്കി എത്ര സംഖ്യയുണ്ട്? 4 സംഖ്യയുണ്ട്. ഈ 4 സംഖ്യകളുടെ ശരാശരി തന്നിരിക്കുന്നു 25. അപ്പോൾ 4 സംഖ്യകളുടെ തുക കാണുക. 25നെ 4 കൊണ്ട് ഗുണിക്കുക. അവിടുന്ന് നമുക്ക് 100 എന്ന് കിട്ടും. ഇനിയും ഒഴിവാക്കിയ സംഖ്യ കാണാൻ എളുപ്പമാണ്. ആദ്യം കിട്ടിയ 5 സംഖ്യകളുടെ തുകയുണ്ടല്ലോ 135. അതിൽ നിന്നും 4 സംഖ്യകളുടെ തുകയായിട്ടുള്ള 100 കുറച്ചാൽ മതി. അപ്പോൾ 135ൽ നിന്നും 100 കുറയ്ക്കുമ്പോൾ 35 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. ഒഴിവാക്കിയ സംഖ്യ 35. ഈ ഒരു ടൈപ്പിൽപ്പെട്ട ചോദ്യങ്ങൾ സർവ്വസാധാരണമാണ്. ഇത് വളരെ എളുപ്പവുമാണ്. നിങ്ങൾക്ക് ഏവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വ്യക്തമായി മനസ്സിലാകുന്നില്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കുക, ഉറപ്പായും മനസ്സിലാകുന്നതാണ്. അടുത്തതായി ഏവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്കായി കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ തന്നിരുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം തന്ന ചോദ്യം 255 വരെയുള്ള 5ന്റെ ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്ന് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. അതായത് 255 വരെയുള്ള 5ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് തുടർച്ചയായ ഒരു സംഖ്യാശ്രേണിയാണ്. നമുക്കറിയാം, തുടർച്ചയായ സംഖ്യാശ്രേണികൾ വന്നാൽ ശരാശരി കാണാൻ ആദ്യ സംഖ്യയുടെ കൂടെ അവസാന സംഖ്യ കൂട്ടിയതിനു ശേഷം 2 കൊണ്ട് ഹരിക്കുക. ഇവിടെ ആദ്യ സംഖ്യ 5 ആണ്, അവസാന സംഖ്യ 255 ആണ്. കാരണം 5ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 5ന്റെ ആദ്യത്തെ ഗുണിതം 5 ആണ്. 255 വരെയുള്ള 5ന്റെ ഗുണിതങ്ങൾ എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവസാനത്തെ സംഖ്യ 255 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്താം. ശരാശരി കാണാൻ ആദ്യ സംഖ്യയായ 5ഉം അവസാന സംഖ്യയായ 255 തമ്മിൽ കൂട്ടുക. അങ്ങനെ കൂട്ടിക്കിട്ടുന്ന തുകയെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് തുക 260 എന്ന് കിട്ടും. 260നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശരാശരി കിട്ടും 130. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും ശരാശരി 130. ഏവർക്കും ശരിയായ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 10നും 100നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? അതായത് 10നും 100നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതൊരു തുടർച്ചയായ സംഖ്യാശ്രേണിയാണ്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം കണ്ടെത്താനുള്ള മാർഗം അറിയാം.
തുടർച്ചയായ സംഖ്യാശ്രേണികൾ വന്നാൽ ശരാശരി കാണാൻ ആദ്യ സംഖ്യ അധികം അവസാന സംഖ്യ ഭാഗം 2. ഇവിടെ ആദ്യം ആദ്യ സംഖ്യ കണ്ടുപിടിക്കണം. 10നും 100നും ഇടയ്ക്കുള്ള ഒറ്റസംഖ്യ എന്ന് പറയുമ്പോൾ 10 കഴിഞ്ഞുള്ള ഒറ്റസംഖ്യ 11 ആണ്. സ്വാഭാവികമായിട്ടും ആദ്യ സംഖ്യ ഏതായിരിക്കും? 11 ആയിരിക്കും. അടുത്തത് 100ന് മുൻപുള്ള ഒറ്റസംഖ്യ കണ്ടുപിടിക്കണം. 100ന് മുൻപുള്ള ഒറ്റസംഖ്യ 99 ആണ്. അപ്പോൾ ആദ്യ സംഖ്യ നമുക്ക് കിട്ടി 11, അവസാന സംഖ്യ 99. അടുത്തതായി ശരാശരി കാണാൻ ആദ്യ സംഖ്യ ആയിട്ടുള്ള 11നെ അവസാന സംഖ്യ ആയിട്ടുള്ള 99ന്റെ കൂടെ കൂട്ടുക, അതിനുശേഷം 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 110/2 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. അതായത് ശരാശരി സമം 55. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം. ക്ലാസ് ടീച്ചറിന്റെ ഭാരം കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കിലോഗ്രാം കൂടി. എങ്കിൽ ക്ലാസ് ടീച്ചറിന്റെ ഭാരം എത്ര? അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കുട്ടികളുടെ എണ്ണം 30, ശരാശരി ഭാരം 50 കിലോഗ്രാം. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് എണ്ണത്തിന്റെ കൂടെ പുതുതായി വന്ന ഒരാളുടെ എണ്ണം കൂട്ടുക. അപ്പോൾ 30ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 31 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ 31നെ ശരാശരിയിൽ ഉണ്ടായ മാറ്റം കൊണ്ട് ഗുണിക്കുക. ഇവിടെ കൂടിയ ശരാശരി 1 ആണ്. അപ്പോൾ 31 × 1 31 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ക്ലാസ് ടീച്ചറിന്റെ ഭാരം കാണാൻ തന്നിരിക്കുന്ന ശരാശരി ഭാരമായ 50ന്റെ കൂടെ ഇപ്പോൾ കിട്ടിയ 31 കൂട്ടുക. അപ്പോൾ നമുക്ക് 81 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. ക്ലാസ് ടീച്ചറിന്റെ ഭാരം 81 കിലോഗ്രാം. ഏവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കാം. ഒരു ക്ലാസ്സിലെ 50 കുട്ടികളുടെ ശരാശരി മാർക്ക് 80. 40 മാർക്കുള്ള ഒരു കുട്ടി പോയി പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി മാർക്ക് 1 കൂടി. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് എത്ര? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ അതുപോലെ എടുത്തെഴുതുക. കുട്ടികളുടെ എണ്ണം 50, ശരാശരി മാർക്ക് 80, പോയ കുട്ടിയുടെ മാർക്ക് 40. ഇവിടെ നമുക്ക് എണ്ണത്തിന് മാറ്റമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എണ്ണത്തിനെ ശരാശരിയിൽ ഉണ്ടായ മാറ്റം കൊണ്ട് ഗുണിക്കുക. അതായത് ഇവിടെ ശരാശരിയിൽ ഉണ്ടായ മാറ്റം 1 കൂടി എന്നുള്ളതാണ്. അപ്പോൾ 50നെ 1 കൊണ്ട് ഗുണിച്ചാൽ 50 എന്ന് കിട്ടും. അതായത് പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് കാണാൻ പോയ കുട്ടിയുടെ മാർക്കായ 40ന്റെ കൂടെ 50 കൂട്ടുക. അപ്പോൾ നമുക്ക് 90 എന്ന് കിട്ടും. അതായത് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് 90. ഏവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക. തുടർച്ചയായ 26 ഇരട്ടസംഖ്യകളുടെ ശരാശരി 57. ഇതിൽ വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത്? നമുക്ക് തന്നിട്ടുണ്ട് തുടർച്ചയായ 26 ഇരട്ടസംഖ്യയുള്ള ശരാശരി 57. അപ്പോൾ സംഖ്യകളുടെ എണ്ണം 26 ആണ്. വലിയ സംഖ്യ കാണാൻ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. അതായത് 26ൽ നിന്നും 1 കുറച്ചാൽ 25 എന്ന് കിട്ടും. ഈ കിട്ടിയ 25നെ നമുക്ക് തന്നിരിക്കുന്ന ശരാശരിയുടെ കൂടെ കൂട്ടുക. തന്നിരിക്കുന്ന ശരാശരി 57 ആണ്. 57ന്റെ കൂടെ 25 കൂട്ടുമ്പോൾ 82 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് വലിയ സംഖ്യ കിട്ടും, 82. അടുത്തത് ചെറിയ സംഖ്യ കാണാൻ വേണ്ടി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. അതായത് 26ൽ നിന്നും 1 കുറച്ചാൽ 25 എന്ന് കിട്ടും. ആ 25നെ തന്നിരിക്കുന്ന ശരാശരിയിൽ നിന്നും കുറയ്ക്കുക. അതായത് തന്നിരിക്കുന്ന ശരാശരി 57 ആണ്. 57ൽ നിന്നും 25 കുറച്ചാൽ 32 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് കിട്ടും ചെറിയ സംഖ്യ 32. അപ്പോൾ വലിയ സംഖ്യ നമുക്ക് കിട്ടി 82, ചെറിയ സംഖ്യ നമുക്ക് കിട്ടി 32. അടുത്ത ചോദ്യം നോക്കാം. തുടർച്ചയായ 33 ഒറ്റസംഖ്യയുള്ള ശരാശരി 43. ഇതിൽ വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത്? ചോദ്യത്തിൽ തന്നിരിക്കുന്നു തുടർച്ചയായ 33 ഒറ്റസംഖ്യയുള്ള ശരാശരി 43. അതായത് സംഖ്യകളുടെ എണ്ണം 33, തന്നിരിക്കുന്ന ശരാശരി 43. വലിയ സംഖ്യ കാണാൻ സംഖ്യകളുടെ എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. ഇവിടെ സംഖ്യകളുടെ എണ്ണം 33 ആണ്. 33ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 32 എന്ന് കിട്ടും. ഈ 32നെ തന്നിരിക്കുന്ന ശരാശരിയുടെ കൂടെ കൂട്ടുക. അതായത് തന്നിരിക്കുന്ന ശരാശരി 43 ആണ്. 43ന്റെ കൂടെ 32 കൂട്ടുമ്പോൾ 75 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് വലിയ സംഖ്യ കിട്ടും, 75. അടുത്തത് ചെറിയ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചെറിയ സംഖ്യ കാണാൻ സംഖ്യകളുടെ എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. അതായത് 33ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 32 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ 32നെ തന്നിരിക്കുന്ന ശരാശരിയിൽ നിന്നും കുറയ്ക്കുക. അതായത് തന്നിരിക്കുന്ന ശരാശരി 43 ആണ്. 43ൽ നിന്നും 32 കുറയ്ക്കുമ്പോൾ 11 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ചെറിയ സംഖ്യ കിട്ടും, 11. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. വലിയ സംഖ്യ 75, ചെറിയ സംഖ്യ 11. ഏവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 22 സംഖ്യകളുടെ ശരാശരി 55. 10 എന്ന സംഖ്യയ്ക്ക് പകരം 98 എന്ന സംഖ്യ ഉൾപ്പെടുത്തിയാണ് ശരാശരി കണ്ടതെങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര? 10 എന്ന സംഖ്യയ്ക്ക് പകരം 98 എന്നാണ് ഇവിടെ എഴുതിയിരുന്നത്. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ പഠിച്ചതാണ് ഉൾപ്പെടുത്തേണ്ട സംഖ്യയും പകരം എഴുതിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കാണുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്. അതായത് 98ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം കാണുക. അപ്പോൾ നമുക്ക് 88 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ വ്യത്യാസത്തെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ 88നെ 22 കൊണ്ട് ഹരിക്കുമ്പോൾ 4 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്
10 എന്ന സംഖ്യയ്ക്ക് പകരം 98 എന്നാണ് എഴുതിയിരുന്നത്. അതായത് 10 ചെറുതും 98 വലുതുമാണ്. അപ്പോൾ 10ന് പകരം 98 എന്ന് ഉൾപ്പെടുത്തി എഴുതിയപ്പോൾ കിട്ടിയ ശരാശരി 55 ആണ്. എന്നാൽ 10 എന്ന് ഉൾപ്പെടുത്തിയാണ് ശരാശരി കാണുന്നതെങ്കിലോ ശരാശരി സ്വാഭാവികമായിട്ടും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 ഉൾപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ശരാശരി കാണാൻ 55ൽ നിന്നും 4 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും 51. അതായത് നമുക്ക് നമ്മുടെ ഉത്തരമായി യഥാർത്ഥ ശരാശരി 51. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 22 സംഖ്യകളുടെ ശരാശരി 59. 98 എന്ന സംഖ്യയ്ക്ക് പകരം 32 എന്ന സംഖ്യ ഉൾപ്പെടുത്തിയാണ് ശരാശരി കണ്ടതെങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര? 98 എന്ന സംഖ്യയ്ക്ക് പകരം 32 എന്ന സംഖ്യയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് 98 32 തമ്മിലുള്ള വ്യത്യാസം കാണുക. അതായത് 98 - 32 66 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ വ്യത്യാസത്തെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. അതായത് ഇവിടെ വ്യത്യാസം 66ഉം സംഖ്യകളുടെ എണ്ണം 22ഉമാണ്. അപ്പോൾ 66നെ 22 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 എന്ന് ഉത്തരം കിട്ടും. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് 98 എന്ന സംഖ്യയ്ക്ക് പകരം 32 എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് 98 ആണ് വലുത്. എന്നാൽ നമ്മൾ 32 ഉൾപ്പെടുത്തിയപ്പോൾ കിട്ടിയ ശരാശരി 59 ആണ്. സ്വാഭാവികമായിട്ടും 98 എന്ന് ഉൾപ്പെടുത്തുമ്പോൾ ശരാശരി കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 98 ഉൾപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ശരാശരി കാണാൻ 59ന്റെ കൂടെ 3 കൂട്ടുക. അതായത് അപ്പോൾ നമുക്ക് 62 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ യഥാർത്ഥ ശരാശരി കിട്ടി 62. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് 60 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് 100 km/h വേഗതയിലും യാത്ര ചെയ്താൽ ആ യാത്രയുടെ ശരാശരി വേഗത എത്ര? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. തുല്യ ദൂരം യാത്ര ചെയ്യുകയാണെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം 2ab/a+b. ഇവിടുന്ന് നമ്മൾ എയും ബിയും എടുത്തെഴുതുക. അതായത് എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരത്തിൽ സഞ്ചരിച്ച വേഗത അതായത് a = 60 km/h. ബിയിൽ നിന്നും എയിലേക്കുള്ള ദൂരത്തിൽ സഞ്ചരിച്ച വേഗത അതായത് b = 100 km/h. ഇവിടുന്ന് നമ്മൾ എയും ബിയും സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുക്കുക. അതായത് ശരാശരി വേഗത = 2 × 60 × 100 / 60 + 100. അടുത്തതായി നമ്മൾ എയുടെയും ബിയുടെയും വിലകൾ സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുക്കുക. അതായത് ശരാശരി വേഗത = 2 × 60 × 100 / 60 + 100 എന്ന് കിട്ടും. അവിടുന്ന് ശരാശരി വേഗത = 2 × 60 × 100 / 160 എന്ന് കിട്ടും. ഇവിടെ അംശത്തിലെയും ഛേദത്തിലെയും സംഖ്യകൾ തമ്മിൽ പരസ്പരം വെട്ടിപ്പോയി കഴിയുമ്പോൾ 75 എന്ന് ഉത്തരം കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും ശരാശരി വേഗത 75 km/h. ഏവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ തന്റെ യാത്രയുടെ ദൂരത്തെ 3 തുല്യ ദൂരങ്ങളായി ഭാഗിക്കുന്നു. അയാൾ തന്റെ യാത്രയുടെ ആദ്യ ഭാഗം 20 km/h വേഗതയിലും രണ്ടാം ഭാഗം 15 km/h വേഗതയിലും മൂന്നാം ഭാഗം 30 km/h വേഗതയിലും സഞ്ചരിക്കുകയാണെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര? ഇവിടെ ഒരാൾ തന്റെ യാത്രയുടെ ദൂരത്തെ 3 തുല്യ ഭാഗങ്ങളായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. തുല്യ ദൂരമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം ഇതാണ്. 3abc/ab + bc + ac. ഇവിടുന്ന് നമുക്ക് ആദ്യം എയും ബിയും സിയും എടുത്തെഴുതാം. അതായത് ഒരാൾ ഒരു യാത്രയുടെ ആദ്യ ഭാഗത്തെ ദൂരത്ത് സഞ്ചരിച്ച വേഗത അതായത് a = 20 km/h. അദ്ദേഹം തന്റെ യാത്രയുടെ രണ്ടാമത്തെ ഭാഗത്തെ ദൂരത്ത് സഞ്ചരിച്ച വേഗത 15 km/h. അദ്ദേഹം തന്റെ യാത്രയുടെ മൂന്നാമത്തെ ഭാഗത്ത് ദൂരത്ത് സഞ്ചരിച്ച വേഗത 30 km/h. അതായത് ഇവിടുന്ന് നമുക്ക് a = 20 km/h എന്ന് കിട്ടും, b = 15 km/h എന്ന് കിട്ടും, c = 30 km/h എന്ന് കിട്ടും. ഈ കിട്ടിയ എയും ബിയും സിയും നമുക്ക് സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുക്കാം. അതായത് ശരാശരി വേഗത = 3 × 20 × 15 × 30 / 20 × 15 + 15 × 30 + 20 × 30. അവിടുന്ന് ശരാശരി വേഗത = 3 × 20 × 15 × 30 / 1350 എന്ന് കിട്ടും. ഇവിടുന്ന് അംശത്തിലെയും ഛേദത്തിലെയും സംഖ്യകൾ പരസ്പരം വെട്ടിപ്പോകുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി ശരാശരി വേഗത = 20 km/h. ഏവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ രണ്ടാമത് പറഞ്ഞ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ എന്ന ഭാഗം കുറച്ച് വേഗതയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കാര്യം ആദ്യം തന്നെ പഠിപ്പിച്ച പാഠഭാഗമാണ്. അത് രണ്ടാമത് നിങ്ങൾക്കായി ചെയ്യാൻ തന്നപ്പോൾ അതിന്റെ ഉത്തരം ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ആവറേജ് അഥവാ ശരാശരി എന്ന പാഠഭാഗത്തു നിന്നുമുള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്